എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് റെയ്ക്കാഗെയും ഫിജിക്കാഗെയും അവർ രണ്ടുപേരും മാധുരയെ തല്ലിക്കൊല്ലാനായിട്ട് വമ്പ സ്പീഡില് മാധുരയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിജിക്കാഗെ ആണെങ്കിൽ D4 ജിപ്സു അതുപയോഗിച്ച് ഇപ്പൊ മാധുരയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ കബൂട്ടോ അവന്റെ ജിപ്സ് ഉപയോഗിച്ച് ഒരുപാട് താമരകള് അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്തോ ഒരു പ്രത്യേക ഗ്യാസ് അങ്ങനെ പുറത്തേക്ക് വരും. ഗാറയാണെങ്കിൽ ഉടനെ അവന്റെ സാൻഡ് പവർ വെച്ച് എല്ലാ ആൾക്കാരെയും മുകളിലേക്ക് കൊണ്ടുപോകും. കട്ട് ചെയ്ത ആ സെക്കൻഡ് ഫിജിക്കാകെ ആളുടെ പുറകെ ഇപ്പൊ 5-6 ഷിനോബീസ് ആളെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാധുരയാണെങ്കിൽ അവന്റെ സുസാന അതിനെ ക്രിയേറ്റ് ചെയ്ത് അറിഞ്ഞ ഫൈറ്റ് ചെയ്യും. മാത്രമല്ല ആ ഫയർ പവർ അതുപയോഗിച്ച് ആ പൂക്കളെ മുഴുവൻ അവനങ്ങനെ കത്തിയിരിക്കുകയാണ്. അത് കണ്ട് മിസികാക ആളിപ്പോ വാട്ടർ ജിപ്സോ അത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൾ തലചുറ്റി താഴേക്ക് വീഴും. അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ ഓരോ കാകാസും അങ്ങനെ തളർന്നു വീഴാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് സ്റ്റോൺ വില്ലേജ് കാണിക്കും. അവിടെ ഉണോക്കി അവനാണെങ്കിൽ ഒരു കല്ല് അതങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഫസ്റ്റ് ഫുജിക്കാക ആളിപ്പോ അവന്റെ അടുത്തേക്ക് വരാ. ആക്ച്വലി ചെറിയ കുട്ടിയാണ് നമ്മുടെ അപ്പൂപ്പ ഹൊക്കാക. ഫസ്റ്റ് ഫുജിക്കാക പറയും, നീ ആ കല്ല് അത് നല്ല പോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു വലിയ സർപ്രൈസ് ഞാൻ തരും. ആ കല്ല് അതൊട്ടും നിസ്സാരമല്ല, ഭയങ്കര വാല്യൂ ഉള്ള ഒരു കല്ലാണത്. അപ്പൊ നമ്മുടെ അപ്പൂപ്പ ഹൊക്കാക ചെക്കൻ ആളിപ്പോ ഫസ്റ്റ് ഫിജിക്കാകയോട് ചോദിക്കും, ഞാൻ എന്തിനാ ഈ ഒരു കല്ല് അതിങ്ങനെ ക്ലീൻ ചെയ്യുന്നേ? അതിന് ഫിജിക്കാക ആള് ദേഷ്യപ്പെട്ടു പറയും, ഇത് വെറും ഒരു കല്ലല്ല, ഇത് സ്റ്റോൺ ഓഫ് പവർ ആണെന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്തെറിയും. ചെക്കന് കലി കയറി അവൻ ദേഷ്യപ്പെട്ടു പറയും, ഫിജിക്കാക എന്ത് പണിയാ ചെയ്തേ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അത് ക്ലീൻ ചെയ്തതാണ്. അപ്പൊ ഫിജിക്കാക ആള് പുതിയൊരു സ്റ്റോൺ ഇപ്പൊ അവന്റെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം അവനോട് പറയും, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ഈ സ്റ്റോൺ ക്ലീൻ ആക്കുന്നതിലല്ല, നിന്റെ വിശ്വാസവും പവറും ഇതിൽ അർപ്പിക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സ്റ്റോൺ വില്ലേജിന്റെ പവർ അതിനെയെങ്കിലും നീ തിരിച്ചറിയണം. ഇതൊരു സാധാരണ കല്ലാണ്, പക്ഷെ നമ്മളുടെ വിശ്വാസം ഇതിൽ അർപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ റിയൽ പവർ അത് പുറത്തെടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നമ്മുടെ റിയൽ പവർ അത് നമ്മളോടൊപ്പം ഇല്ലാതാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സെക്കൻഡ് ഫിജിക്കാകെ നമ്മുടെ അപ്പൂപ്പ ഫുജിക്കാകെ അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ മാധുരയെ കാണാനായിട്ട് ആളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് മാധുര അവന്റെ സുസാന അതിനെ ക്രിയേറ്റ് ചെയ്ത് അവർ രണ്ടുപേരെ അടിച്ചു തെറിപ്പിക്കും. അപ്പോഴായിരിക്കും അപ്പൂപ്പ ഹൊക്കായ്ക്ക് ഫസ്റ്റ് ഫിജിക്കാക പറഞ്ഞ കാര്യം അത് ഓർമ്മ വരിക. ഒരു സ്റ്റോണ് അതിന്റെ പവർ കൂടുന്നത് നമ്മളതിൽ വിശ്വസിച്ച് നമ്മുടെ പവർ അതിൽ അർപ്പിക്കുമ്പോഴാണ്. അതൊരാളുടെ പവറല്ല, മറിച്ച് അത് ഈ സ്റ്റോൺ വില്ലേജിന്റെ പവറാണ്. അപ്പൂപ്പ ഹൊക്കാക ഉടനെ അടുത്തുണ്ടായിരുന്ന ഒരു കല്ല് അതിപ്പോ കയ്യിൽ ചുരുട്ടി പിടിക്കും. പക്ഷെ അപ്പോഴേക്കും മാധുര ഇപ്പൊ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് അപ്പൂപ്പ ഹൊക്കാകെ താഴേക്കിടും. കല്ല് പതിയെ താഴേക്ക് വീഴുമ്പോ അതിന്റെ ശബ്ദം അതങ്ങനെ കേൾക്കും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ അപ്പൂപ്പ ഹൊക്കാക ആള് ഞെട്ടി എഴുന്നേറ്റ് പാർട്ടിക്കിൾ സ്റ്റൈൽ ഗെഞ്ചിപ്സു അതുപയോഗിച്ച് ഇപ്പൊ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ആളുടെ പവറില് മാധുര ക്രിയേറ്റ് ചെയ്ത ആ ഒരു വലിയ ഫയർ പവർ അതുപോലും അവിടെ നിന്ന് ഡിസപ്പിയർ ആവും. അതിനുശേഷം വലിയൊരു കുഴി അതിപ്പോ പതിയെ ക്രിയേറ്റ് ആവും. അപ്പൂപ്പ ഹൊക്കാക ആളിപ്പോ പറന്നു വന്ന് മാധുരയുടെ തൊട്ടു മുൻപിൽ നിൽക്കും. നിനക്ക് ഈ പ്രായത്തിലും ഞാനൊരു കോമാളിയായിട്ട് തോന്നിയോ? ഞാൻ ഇപ്പോഴും ആ ചെറിയ കുട്ടിയാണെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നേ? അപ്പൊ അതേ സമയത്ത് ബാക്കി ഹൊക്കാകമാര് അവരിപ്പോ പതിയെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരും. ഉടനെ അപ്പൂപ്പ ഹൊക്കാക ആളിപ്പോ അവരോട് പറയും, നമ്മുടെ മുൻപില് ഒട്ടും സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഇവനെ തകർക്കണം. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. മാധുര അവനിപ്പോ ഹൊക്കാകമാർക്ക് നേരെ അങ്ങനെ തിരിഞ്ഞു നിൽക്കും. അവന്റെ ബോഡിയില് ഹാസിറാമയുടെ രൂപം അത് കണ്ട് എല്ലാവരും ഷോക്കാവും. ഹൊക്കാഗെ ആന്റിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. ആളങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അതായത് ഫസ്റ്റ് ഹൊക്കാഗയുടെ സെല്ല് അത് കബൂട്ടോ മാധുരയുടെ ബോഡിയിൽ കമ്പൈൻ ചെയ്തു. ഹൊക്കാഗെ ആന്റി പറയും, അതുകൊണ്ടാണ് ഇവന് വുഡ് ജിപ്സുവിന്റെ പവർ അത് കിട്ടിയതല്ലേ. ഇവിടെ കബൂട്ടോ അവൻ ചിരിക്കുകയാണ്. കാരണം മാധുരയെ കഴിഞ്ഞും പവറാണ് ഫസ്റ്റ് ഹൊക്കായ്ക്ക്. സോ അവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്ത് അവനിപ്പോ പുതിയൊരു ടൂളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഹായായിട്ടിരിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ സാസുക അവൻ ഓരോ വൈറ്റ് സെറ്റ്സുകളെ ആയിട്ട് അങ്ങനെ വെട്ടിയെറിയാണ്. അങ്ങനെ ഓരോരുത്തരെ വെട്ടിയും ചവിട്ടിയൊക്കെ താഴെയിട്ട് മുൻപോട്ട് പോകുമ്പോഴായിരിക്കും അവൻ ഹിറ്റാച്ചിയെ കാണാ.
ഹിറ്റാച്ചിയെ കണ്ട് ഷോക്കായിട്ട് ഹിറ്റാച്ചി എങ്ങനെ വീണ്ടും തിരികെ വന്നു. ഇവിടെ എന്താ നടക്കണേന്ന് പറഞ്ഞ് അവനിപ്പോ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് ഹിറ്റാച്ചി ആയിട്ടുള്ള ചെറുപ്പം മുതൽ മരണം വരെയുള്ള എല്ലാ ഓർമ്മകള് അതങ്ങനെ അവന്റെ മനസ്സിൽ മിന്നി മായാൻ തുടങ്ങും. സാസുക ആണെങ്കിൽ ഇപ്പൊ ഹിറ്റാച്ചിന്റെ പിന്നാലെ ഓടും. അതിനുശേഷം സാസുകയുടെ സുസാന പവർ അതുപയോഗിച്ച് ഹിറ്റാച്ചിയെ പിടിച്ചു വലിക്കും. പക്ഷെ അപ്പോഴേക്കും ഹിറ്റാച്ചി അവന്റെ സുസാനയെ വെച്ച് ഇപ്പൊ സാസുകയുടെ സുസാനയെ അങ്ങനെ തട്ടിത്തെറിപ്പിക്കും. ഹിറ്റാച്ചി സാസുകയോട് പറയും, നിന്റെ പവർ അത് കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. ഇത്ര എളുപ്പത്തില് ഇത്രയും സ്പീഡില് നീ ഈ പവറൊക്കെ പഠിച്ചെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാനിപ്പോ കബൂട്ടോടെ റിയാനിമേഷൻ ജിപ്സുവില് പെട്ടുകിടക്കാണ്. പക്ഷെ പേടിക്കണ്ട, അവനെ കൊണ്ട് ഇപ്പൊ എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ആ കബൂട്ടോയെ കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ ഉഷാറായിട്ട് മുൻപോട്ട് പോവും. സാസുകയാണെങ്കിൽ ഇപ്പൊ ഹിറ്റാച്ചിയോട് ചോദിക്കും, നീ എന്തിനാ എല്ലാ കാര്യവും എന്നോട് മറച്ചു വെച്ചേ? നീ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു? ആർക്കു വേണ്ടിയാണ് ജീവിച്ചത്? നിന്റെ ലക്ഷ്യം അതെന്തായിരുന്നു? അതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും നീ അതെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അതിന് ഹിറ്റാച്ചി പറയും, ഇപ്പോ എനിക്കൊരു ലക്ഷ്യമുണ്ട്, നിനക്ക് മറ്റൊരു ലക്ഷ്യവും. ദയവ് ചെയ്ത് എന്റെ ലക്ഷ്യത്തെ തടയാനായി എന്റെ പിന്നാലെ വരരുത്. എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ ഹിറ്റാച്ചി അവൻ ഒരു സെക്കൻഡ് നറൂട്ടോ കുട്ടപ്പൻ ആലോചിക്കും. നറൂട്ടോ അവസാനമായിട്ട് അവനോട് പറഞ്ഞ ചില കാര്യങ്ങള്, ഹിറ്റാച്ചി നീ ഇത്രയും കാലവും ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ നിന്റെ ബ്രദർ അവനിപ്പോ നിനക്ക് വേണ്ടി നിന്റെ ക്ലാനിന് വേണ്ടി റിവെഞ്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ലീഫ് വില്ലേജിനെ നശിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പൊ സാസുകയ്ക്കുള്ളൂ. കട്ട് ചെയ്ത ഹിറ്റാച്ചി അവനിപ്പോ സാസുകയോട് പറയും, നിന്റെ എല്ലാ കാര്യങ്ങളും എന്നോടൊരാൾ പറഞ്ഞു. സത്യത്തിൽ നീ ഇപ്പോ ആ പഴയ സാസുകയല്ല, ഒരുപാട് മാറിപ്പോയി. അതിന് സാസുക പറയും, ഹിറ്റാച്ചി നീ ഒറ്റൊരുത്തനാണ് എന്നെ മാറ്റിയത്. നിനക്ക് നമ്മുടെ ക്ലാൻ അത് തകർക്കുന്ന സമയത്ത് എന്നെയും കൂടെ കൊന്നു കളഞ്ഞുകൂടായിരുന്നോ? ഒരു ശപിക്കപ്പെട്ട ജന്മമായിട്ട് ഞാനിങ്ങനെ ജീവിക്കില്ലായിരുന്നു. നീ ഒരാൾ കാരണമാണ് ഞാനിപ്പോ ഈ റിവഞ്ച് മൈൻഡില് ഇങ്ങനെ ജീവിക്കുന്നത്. പക്ഷെ ഹിറ്റാച്ചി ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയില്ല. സാസുക ഫുൾ കലിപ്പില് നിലവിളിച്ച് ചോദിക്കും, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നീ എന്തിനാ എന്നെ മാത്രം വിട്ടുവെച്ചത്? എന്നെയും കൂടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിനക്ക് അയച്ചുകൂടായിരുന്നോ? ദയവ് ചെയ്ത് ഉത്തരം പറ. അപ്പോഴായിരിക്കും ഹിറ്റാച്ചി അവൻ പറയാ, നിനക്ക് നമ്മുടെ ക്ലാനിനെ കുറിച്ചോ അവിടെയുള്ള ജനങ്ങളെ കുറിച്ചോ നിനക്കൊന്നും അറിയില്ല. ക്ലാനിന്റെ പാരമ്പര്യം അതെന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയാം നിനക്കൊന്നും അറിയില്ല എന്ന്. നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിച്ചത് ഒച്ചിഹ ക്ലാനില് ആരെങ്കിലും ഒരാള് ബാക്കി വേണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ്. ആ ക്ലാനിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടുമാണ്. അതിനുശേഷം ഞാൻ നിന്റെ ഉള്ളില് എന്നോടുള്ള വെറുപ്പ് അത് ഞാൻ കുത്തി നിറച്ചു. അങ്ങനെ നിന്നെ നല്ലൊരു നിഞ്ചയാക്കി മാറ്റാനാണ് ഞാൻ അതിലൂടെ ശ്രമിച്ചത്. പക്ഷെ എന്റെ ശ്രമങ്ങൾ അതെല്ലാം തെറ്റിപ്പോയി. നീ ഇപ്പോ അവസാനം ഒരു റോക്ക് നിഞ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. അത് കേട്ട് സാസുക അവൻ ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. എന്നിട്ട് അവൻ ആദ്യമായി റോക്ക് നിഞ്ചയായി മാറിയ കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. സാസുക വീണ്ടും ഹിറ്റാച്ചിയോട് പറയും, നീ എങ്ങനെയാണ് എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്? അതുപോലെ ഇനിയെങ്കിലും എന്നെ മുൻപോട്ട് നയിക്ക്. എന്നെ കൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യാനാവുന്നില്ല. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ വെറുപ്പിൽ നിന്നും പകയിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. ഹിറ്റാച്ചി പറയും, ഞാനിപ്പോ മരിച്ചുപോയി. എനിക്കിനി ഒന്നും നിന്റെ മേലെ ചെയ്യാനില്ല. ഒരേ ഒരു കാര്യം അത് തടയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ വീണ്ടും ഇവിടേക്ക് എത്തിയത്. ദയവ് ചെയ്ത് എന്റെ മാർഗമധ്യേ നീ ഒരു വിലങ്ങുതടിയായി വരരുത്. കട്ട് ചെയ്താ ഇവിടെ മാതുര അവനിപ്പോ ഹൊക്കാഗെ എന്നോട് സംസാരിക്കാൻ തുടങ്ങും. നീ ആ ഫസ്റ്റ് ഹൊക്കാഗയുടെ പേരക്കുട്ടിയല്ലേ? മെഡിക്കൽ നിഞ്ച സാക്ഷാൽ സുനൈർ. അതിന് ഹൊക്കാഗെ ആന്റി പറയും, അതെ. മാതുര ചിരിക്കും. അവൻ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം നശിപ്പിക്കാൻ പോകുന്നത് നിന്നെയാണ്. നിന്നെ ഇല്ലാതാക്കിയ ബാക്കിയുള്ള കാഗാസ് അവരെനിക്ക് ഒരു വിഷയമേ അല്ല. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? ഹാസുനാമ ആളുടെ പവറിന്റെ 7 അയലത്ത് പോലും നിനക്ക് പവറില്ല. ആള് മെഡിക്കൽ ഗെഞ്ചിപ്സുവിന്റെ ഒരു കിങ് ആണ്. ഒരൊറ്റ നോട്ടത്തില് എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്തി അത് സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും. നിനക്കാണെങ്കിൽ നിന്റെ ഗ്രാൻഡ് പേയുടെ വുഡ്ജിപ്സു പവറും ഇല്ല. മെഡിക്കൽ ഗെഞ്ചിപ്സുവിലും നീ അത്ര കേമത്തെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നീ വെറും ഒരു സാധാരണക്കാരി മാത്രമാണ്. അതിന് ഹൊക്കാഗെ ആന്റി അവള് ഫുൾ പവറിൽ പറയും, നീ പറഞ്ഞത് ശരിയാണ്. എനിക്ക് വുഡ്ജിപ്സു അത് ഉപയോഗിക്കാൻ അറിയില്ല. പക്ഷെ മെഡിക്കൽ ഗെഞ്ചിപ്സു അതെനിക്ക് എപ്പോഴേ സ്വായക്തമായി. ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നുപോയി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു. ഞാനൊരു പെണ്ണാണ്, പക്ഷെ നീ കരുതും പോലെ ഒരു ബലഹീനയല്ല.
ഞാൻ നല്ല സ്ട്രോങ് ആണ്. ഞാൻ അടിച്ചു പറയുന്നു, ഞാൻ ഹാസിരാമയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. എന്റെ വിൽ ഓഫ് ഫയർ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ ഫുൾ പവറിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.